രണ്ടാമത് ഒരു സിനിമയിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കഥാപാത്രമാണ് അതിലത്തെ വില്ലൻ. ഇപ്പോൾ ഒരു സിനിമയിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടർ ആരായിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം അതിലെ വില്ലൻ ആയിരിക്കണം എന്നുള്ളതാണ്. വില്ലൻ അതിശക്തനായിരിക്കുമ്പോൾ നായകൻ അവൻ്റെ മുൻപിൽ എതിർക്കാൻ നിൽക്കുന്നു. അപ്പോൾ പ്രേക്ഷകൻ സ്വാഭാവികമായിട്ടും വിചാരിക്കും ഈ വില്ലനെ നായകൻ എങ്ങനെ തോൽപ്പിക്കും. പക്ഷേ കഥയുടെ അവസാനം നായകൻ നമ്മൾ മനസ്സിലാക്കാത്ത വഴികളിലൂടെ അല്ലെങ്കിൽ നമ്മൾക്ക് പരിചിതമല്ലാത്ത വഴികളിലൂടെ വില്ലനെ തോൽപ്പിക്കുമ്പോൾ നമുക്കൊരു ആനന്ദം ലഭിക്കും. മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമ, ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെന്ന് എക്സാമ്പിൾ ചെയ്യാനായിട്ട് എടുക്കുകയാണ്. മഹേഷിൻ്റെ പ്രതികാരം എന്നുള്ളൊരു സിനിമയാണ്. അതിലെ വില്ലൻ മഹേഷിനെ അവൻ്റെ സ്വന്തം നാൽക്കവലയിലിട്ട് തല്ലുന്ന വില്ലൻ, ആ വില്ലനോട് പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്ന മഹേഷ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും ഇത്രയും കരുതനായി വില്ലനെ മഹേഷ് എങ്ങനെ തോൽപ്പിക്കും. പക്ഷേ കഥയുടെ അവസാനം മഹേഷിനെ വില്ലനെ തോൽപ്പിച്ചു. നമ്മൾ വളരെ എൻ്റർടൈൻഡായിട്ട് അല്ലെങ്കിൽ വളരെ തൃപ്തിയോടെ മഹേഷിൻ്റെ പ്രതികാരം കണ്ടിറങ്ങി. അപ്പോൾ ഒരു കഥയിൽ മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട രണ്ട് കഥാപാത്രങ്ങളാണ് അതിലെ നായകനും വില്ലനും. മറ്റേത് കഥാപാത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് ഒഴിവാക്കാം, പക്ഷേ നായകനെയും വില്ലനെയും ഒരു കഥയിൽ നിന്നും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല. മൂന്നാമതായിട്ട് വരുന്ന കഥാപാത്രമാണ് ലവ് ഇൻട്രസ്റ്റ്. റൊമാൻറ്റിക് സിനിമകളിലാണ് ഈ കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഈ ലവ് ഇൻട്രസ്റ്റ്